നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമിയിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ലിവിങ് മാസ്റ്റർ പ്രാണാഹുതി നമ്മളിലേക്ക് തരാൻ കേപ്പബിൾ ആയിട്ട് ഒരു ലിവിങ് മാസ്റ്റർ ആണ് ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിനെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവത്തിനായി ഇൻട്രോഡക്ടറി സിറ്റിംഗ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ ചേരാം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷന്റെ സാധാരണ നിലയ്ക്ക് അവഗണിക്കപ്പെടുന്ന സബ്ജക്റ്റീവ് തലത്തിലുള്ള മാറ്റങ്ങൾ, നമ്മൾ ഒബ്ജക്റ്റീവ് തലത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ എന്തൊക്കെ പുറത്ത് പഠിക്കുന്നുണ്ടോ, മാത്തമാറ്റിക്സ് ആയാലും സയൻസ് ആയാലും ലാംഗ്വേജ് ആയാലും ആർട്സ് ആയാലും എന്തെല്ലാം സ്കിൽസ് ആയാലും, അപ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിൽ മനസ്സിലുള്ള ഉയർച്ച കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എഡ്യൂക്കേഷൻ ഒരു അർത്ഥമുള്ളൂ. അതാണ് എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അപ്പൊ നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രായമാവും തോറും മെച്യൂരിറ്റി വന്നുകൊണ്ടേയിരിക്കണം. മനസ്സ് കൂടുതൽ കൂടുതൽ ബാലൻസ്ഡ് ആവണം. ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി വളരെ സെറ്റിൽഡ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് കണ്ടന്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം. ഒരു മാങ്ങ പഴുത്ത് വരുന്ന പോലെ അടുത്ത തലമുറയ്ക്കായിട്ട് തൻ്റെ ഈ ക്യാരക്ടർ അത് തൻ്റെ ജീവിത മാതൃകയായിട്ട് കാണിച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കണം. സ്നേഹം ആണ് ജീവിതത്തിന് അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അടുത്ത ജനറേഷന് കൈമാറാൻ സാധിക്കും. അപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മുടെ ഓബ്ജക്റ്റീവായിട്ടുള്ള ഈ ലോകം, നമ്മൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന ഈ ലോകം, പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം, അത് ആണ് ശരിക്കും അതിന്റെ ബേസ് ഫൗണ്ടേഷൻ.
അവിടെയാണ് നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടത്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനുള്ള അനുഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും അതിന് വേണ്ട രീതിയിൽ മോഡറേഷനിൽ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സ്ക്രിപ്റ്റേഴ്സിനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. മോഡറേഷൻ, അധികവും പാടില്ല, കുറവും പാടില്ല. നമ്മൾ എനർജിയുടെ ആ ഫ്ലോനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എനർജി, ഊർജം നമ്മളിലേക്ക് എപ്പോഴും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉയരുമ്പോൾ, നമ്മുടെ കോൺഷ്യസ്നസ് ഉയരുമ്പോൾ അതിനനുസരിച്ചുള്ള എനർജി ഫ്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ട്രൂത്ത്ഫുൾ ആയിട്ട് സത്യസന്ധമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരമാണ് അതിനുള്ള ഇൻസ്ട്രുമെന്റ്. ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പ്രധാനപ്പെട്ടതായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. നമ്മുടെ കാഴ്ചശക്തി നൽകുന്ന കണ്ണുകൾ, ഘ്രാണശക്തി സ്മെല്ലിങ്ങിന്റെ കഴിവ് നൽകുന്ന മൂക്ക്, ടേസ്റ്റ് നൽകുന്ന നാവ്, ശബ്ദം ചെവികൾ, ശ്രവണശക്തി ത്വക്ക് സ്കിൻ, സ്പർശനം. അപ്പൊ ഈ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ തരുന്നു. ഈ ഇൻഫോർമേഷൻ ക്രോഡീകരിക്കപ്പെടുക. എവിടെയാണത് ക്രോഡീകരിക്കപ്പെടുന്നത്? എവിടെയാണത് അസിമുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഇതിപ്പോ ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. ഉദാഹരണത്തിന് കണ്ണെടുക്കാം. നമ്മളൊരു വസ്തുവിനെ കാണുന്നു. കണ്ണിന്റെ സ്ട്രക്ചറിൽ കൃഷ്ണമണി, കോർണിയ, ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ടിലുള്ള ഭാഗം, അതിലൂടെ ലൈറ്റ് പ്രവേശിച്ച് പിന്നെ ലെൻസിലേക്ക് കടന്നു. ലെൻസിലൂടെ കോർണിയയിലൂടെ റിഫ്രാക്ഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ ഫിസിക്സിലൊക്കെ എക്സ്പെരിമെന്റ് നടത്താറുണ്ട്. ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഫോക്കസ്ഡ് ആവും. വേണമെങ്കിൽ ഒരു പേപ്പർ കത്തിക്കാം. അതുപോലെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലൂടെ പ്രവേശിച്ചിട്ട് റെറ്റിന എന്നുള്ള നേത്ര പടലം, അതിന്റെ ഫിലിം എന്ന് പറയും, ക്യാമറ ഫിലിം, അതിലേക്ക് പതിയുന്നു. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം മാക്കുലയുടെ നടുവിലെ ഫോവിയ. ബാക്കിയുള്ള ഏരിയാസൊക്കെ കൂടുതലും ഡാർക്ക് അഡാപ്റ്റേഷൻ, ഇരുട്ടത്തുള്ള വിഷനാണ് ഉപയോഗിക്കുന്നത്. മാക്കുലയിലാണ്, ഫോവിയയിലാണ് പ്രധാനമായിട്ടും നമ്മൾ കളർ വിഷനും, നമ്മൾ പറയുന്ന വിഷ്വൽ എക്വിറ്റി, നമ്മൾ കാഴ്ചശക്തി പരിശോധിക്കുമ്പോൾ 6/6 എന്നൊക്കെ പറയും. അതെല്ലാം ഈ ഫോവിയയുടെ ഫങ്ഷൻസ് ആണ്, മാക്കുലയുടെ ഫങ്ഷൻസ് ആണ്. അപ്പൊ അവിടെ ഈ ഇമേജസ് പതിയുന്നത് തല തിരിഞ്ഞിട്ടാണ് എന്നാണ് നമുക്ക് കേട്ടിട്ടുള്ളത്. നമ്മൾ കാണുന്ന ദൃശ്യം തല തിരിഞ്ഞ റെറ്റിനയിൽ പതിയും. ഇത്രയും ചെറിയ 350 മൈക്രോൺ ആണ് ഒരു ഫോവിയ. അപ്പോൾ ആ ഏരിയയിൽ ഇത്രയും വലിയ പ്രപഞ്ചത്തിന് റിഫ്ലക്ട് ചെയ്തിട്ട് അതിന് ഇമേജ് കൊണ്ടുവരാൻ കണ്ണിന് സാധിക്കുന്നു. ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ നമ്മൾ കാണുന്നത് നോർമൽ സൈസിലാണ്. ആ ഇമേജ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിലൂടെ, റോഡ്സ് ആൻഡ് കോൺസ്, അതിലൂടെ കടന്നു പോയിട്ട് ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് മാറുന്നു. എന്നിട്ട് കണ്ണിന്റെ ഞരമ്പായിട്ട് ഒപ്റ്റിക് നെർവിലൂടെ പ്രവഹിച്ചിട്ട് തലച്ചോറിലേക്ക് എത്തുന്നു. അപ്പൊ അതില് വലത്തെ സൈഡിൽ, അതായത് വലത്തെ കണ്ണിന്റെ റൈറ്റ് സൈഡും ഇടത്തെ കണ്ണിന്റെ റൈറ്റ് സൈഡും, അത് ഇടത്തെ ബ്രെയിനിലേക്ക് വരും. ഇടത്തെ സൈഡ്, അതായത് ഇടത്തെ കണ്ണിന്റെ ഇടത്തെ സൈഡും വലത്തെ കണ്ണിന്റെ ഇടത്തെ സൈഡും റൈറ്റ് സൈഡിലേക്ക് വരും. ഇങ്ങനെ ഒരു ക്രോസിങ് അവിടെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയും, തലച്ചോറിന്റെ പുറം ഭാഗം, ഓക്സിപിറ്റൽ കോഡ്, അവിടെയാണ് ഇതിന്റെ ഇലക്ട്രിക് സിഗ്നൽസ് ഒക്കെ പതിയുന്നത്. പിന്നെ അവിടെ നിന്നും തലച്ചോറിലുള്ള പല ഭാഗങ്ങളിലേക്കും കണക്ഷൻ ലഭിക്കുന്നു. പല പല റീജിയൻസും ഉണ്ട്, ഇമോഷണൽ റീജിയൻസ്. ഇപ്പൊ നമുക്ക് നമ്മുടെ പേരൻസിനെ കാണുമ്പോൾ മനസ്സിലാവണം പേരന്റാണ്. പേരന്റിനെ പോലെ വേറൊരാൾ വന്നാൽ നമുക്ക് മനസ്സിലായത് എന്റെ പേരന്റ് അല്ല. അവിടെ ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്, മൂവ്മെന്റ്സ് കാണുന്ന സ്ഥലങ്ങളുണ്ട്, ആർട്ടിസ്റ്റിക് ടാലൻസ് കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളുണ്ട്, 3D വിഷൻ കണ്ടെത്തുന്ന, ഇതൊക്കെ ക്രോസ് ഫയറിങ് 10-30 ഏരിയയിലേക്കെങ്കിലും ഏകദേശം ഈ സിഗ്നൽസ് ചെല്ലുന്നു. അവിടെ എല്ലാം അത് കണക്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു അപേക്ഷ അയക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടെ നിന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഇവിടെ റിപ്പോർട്ട് കിട്ടാൻ എത്ര സമയം തരും? നമ്മളൊരു വസ്തു ആ നിമിഷം തന്നെ നമുക്ക് ഇതൊക്കെ വരികയാണ് ഒന്നിച്ച്. എത്ര റാപ്പിഡ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രിക് സിഗ്നലിന് എങ്ങനെയാണ് ഈ ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കും? എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? ഇത് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് സയൻസ്.
നമുക്കത് വേറൊരു വിധത്തിൽ ചിന്തിക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ കാഴ്ചകൾ കാണുന്നു. നമ്മൾ ഇപ്പൊ തന്നെ കണ്ണടച്ചിരുന്നാലും നമുക്ക് കണ്ട കാഴ്ചകൾ കാണാം, വേറെ കാഴ്ചകളും കാണാം. കണ്ണിന്റെ ആവശ്യമില്ല, നമുക്ക് ഉൾക്കാഴ്ച, ഉള്ളിൽ കാഴ്ചകൾ കാണും. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണ് ഒരു അപ്പാരറ്റസ് ആണ്. അത് എവിടെയോ അതിന്റെ ഇമേജസ് കൊണ്ടുവരുന്നു. ആ ഇമേജസിനെ രൂപീകരിക്കാനും അതിനെ പുനഃസൃഷ്ടിക്കാനുമുള്ള കഴിവ് ആ ഭാഗത്തിനുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ നമ്മളിപ്പോ കാണുന്ന വസ്തുക്കൾ, ചെടിയായാലും മരമായാലും പൂച്ചയായാലും ആനയായാലും നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ, എല്ലാവരുടെയും റെക്കോർഡ്സ് ഉള്ളിലുണ്ട്. അന്തരീക്ഷം എന്തൊക്കെ കാണുന്നു, ഇതിന്റെ റെക്കോർഡ്സ് ഉള്ളുണ്ട്. അപ്പൊ നമ്മളൊരു വസ്തു കാണുന്നു, അത് മുകളിൽ നിന്നും താഴേക്ക് അപ് ടു ഡൗൺ മെക്കാനിസത്തിലൂടെ അതിന് ഒരു കണക്ഷൻ ഉണ്ട്. ഇത് രണ്ടും സംയോജിക്കുന്നു. അപ്പൊ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു വസ്തു ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, യെസ് ഇതാണ്. കാണാത്തൊരു വസ്തു ആണെങ്കിൽ നമുക്ക് അറിയില്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള ഇമേജ് എവിടെയോ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ കോൺഷ്യസ്നസ് എന്നൊരു കാര്യമുണ്ട് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായിട്ട്, സെൻസറി ഓർഗൻസ് പുറത്താണെങ്കിലും ഇതിന്റെ ഫൈൻ ആയിട്ടുള്ള സെൻസസും അതിന്റെ റെക്കോർഡിംഗ് അപ്പാരറ്റസും ബോധതലത്തിലാണ്. സെൻസസിന്റെ റെക്കോർഡിംഗ് അപ്പാരറ്റസ് ബോധതലത്തിലാണ്. അതിന് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. ഇപ്പൊ കണ്ണ് നഷ്ടപ്പെട്ടു പോയ ഒരാൾക്കും കാഴ്ചകൾ കാണാൻ സാധിക്കും. ഫാൻറ്റം ലിംസ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഒരാളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ ആ കൈ തന്നെ വേദനിക്കുന്നു എന്ന് പറയും. അതേപോലെ തന്നെ കണ്ണുകളിൽ ഏതെങ്കിലും ഭാഗം കാണാതേക്കുന്നു, സ്കോട്ടോമാസ് എന്ന് പറയും. ആ ഭാഗങ്ങളിൽ ഈ സ്കോട്ടോമ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. അവിടെ തലച്ചോറ് മറ്റുള്ള ഇൻഫോർമേഷൻസ് കൊണ്ട് നിറയ്ക്കുന്നു. ചില ഈ തരത്തിലുള്ള സിൻഡ്രോംസ് ഉണ്ട്. ഏതെങ്കിലും ഭാഗം കാണാതെ കഴിഞ്ഞാൽ പഴയ രൂപങ്ങൾ അതിൽ നിറയ്ക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരാളെ മുമ്പിലിരിക്കുകയാണ്, അയാളുടെ മടിയിൽ ഒരു ആന ഇരിക്കുന്നു, ഒരു കുരങ്ങനിരിക്കുന്നു എന്നൊക്കെ തോന്നും. കാരണം അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ആ സ്കോട്ടമയുടെ ഭാഗത്ത് കുരങ്ങനെ നിറഞ്ഞിരിക്കും. നമുക്കറിയാം കുരങ്ങൻ അവിടെ ഇല്ല, പക്ഷെ കുരങ്ങനുണ്ടെന്ന് തോന്നും. ഇത് ഈ തരത്തിലുള്ള കണ്ണിന്റെ എഫക്റ്റ് ഇല്ലാതെയും ബ്രെയിൻ എഫക്റ്റ് ചെയ്യാതെയും ബോധതലത്തിൽ ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ സംഭവിക്കാം. അതിനാണ് നമ്മൾ ഷിസോഫ്രീനിയ, മാനസിക രോഗങ്ങൾ. എല്ലാ പാറ്റേൺസ് കറക്റ്റ് ആണ്, പക്ഷെ കാണുന്ന കാര്യങ്ങളൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. മണിച്ചിത്രത്താഴ് എന്നുള്ളൊരു പ്രസിദ്ധ മൂവിയുണ്ട്. അതിൽ ഗംഗ നാഗവല്ലിയായി മാറുമ്പോൾ നാഗവല്ലി തന്റെ ഭർത്താവിൽ കാണുന്നത് നാഗവല്ലിനെ കൊന്നിട്ടുള്ള ഏതോ ഒരു കാലത്തുള്ള ഒരു ലാൻഡ് ലോഡിനെയാണ്. ശത്രുതയാണ് അവിടെ കാണുന്നത്. അപ്പൊ അതെവിടെയാണ് ആ റെക്കോർഡ്? അപ്പൊ നമ്മുടെ ബോധതലത്തിൽ പല തരങ്ങളിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്, റെക്കോർഡറാണ്. അതിൽ എവിടേക്കാണ് നമ്മൾ ഈ കാഴ്ച അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളുടെ ഇൻഫോർമേഷൻ കണക്ട് ചെയ്യുന്നത്, ആ തരത്തിലുള്ള ഇൻഫോർമേഷൻ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ആണെങ്കിലും ഇവിടെ കിട്ടുന്ന സിഗ്നൽസും കൺഫ്യൂസ് ആണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രെസ് അനുഭവിക്കുന്നത്. നമ്മൾ ഒരു ടെസ്റ്റ് എഴുതാൻ പോകുമെന്ന് വിചാരിക്കും. ടെസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, അതിന് ആൻസർ അറിയും, പക്ഷെ അത് ഓർമ്മ വരുന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആൻസർ ആയിരിക്കും, കാരണം നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് തന്നെ സ്വായത്തമാക്കും. കണക്റ്റഡ് ആകുമ്പോൾ ആ നോളജ് മാത്രം വരും. ഇപ്പൊ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന പോലെ ആ ഫ്ലോ കറക്റ്റ് ആവും. വീണ്ടും കാണുമ്പോൾ ഇപ്പൊ എൻ്റെ വീട്ടിലത്തെ ആൾക്കാർ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞേണ്ട കാര്യമില്ല, കുട്ടിക്കാലത്ത് തന്നെ കാണുന്നു, അച്ഛനെയും അമ്മേനെയൊക്കെ കാണുന്നു. പക്ഷെ ആൽസീമേഴ്സ് ഡിസീസ് വരുമ്പോൾ ബ്രെയിനിന്റെ മെക്കാനിസം പോകുമ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് പിന്നെയും കാണാം. അവർക്ക് എത്രയോ കാലം കണ്ട ആൾക്കാരെ മനസ്സിലാവുന്നില്ല, കാരണം ഈ ഫ്ലോ തടസ്സപ്പെട്ടു പോയി. അപ്പൊ ഉള്ളിലുള്ള റെക്കോർഡ്സിൽ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു റെക്കോർഡല്ല അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമുക്ക് മനസ്സിലാവാൻ സാധിക്കേണ്ടതായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ നമുക്ക് ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല, കണക്ട് ചെയ്യാൻ സാധിക്കില്ല. കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് തരത്തിൽ ഈ അപ്പാരറ്റസ് പോയാലും നമുക്ക് ഒരിക്കലും ഇവിടെ സെപ്പറേഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്യൂരിഫിക്കേഷൻ കൊണ്ടുവന്ന് ആഴത്തിലുള്ള തലത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഈ അപ്പാരറ്റസ്, ഇന്ദ്രിയം എന്നുള്ള അപ്പാരറ്റസ് നമുക്ക് ഏറ്റവും നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവും. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. ഒരാള് കണ്ണടച്ചിരിക്കും, ധ്യാനാവസ്ഥയിലായിരിക്കും, പക്ഷെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചറിയും. കാരണം എല്ലാത്തിനും ഡെപ്തിലുള്ള റെക്കോർഡ്സ് ഉള്ളിലുണ്ട്. ഈ ഒരു തരത്തിലുള്ള ചേഞ്ചാണ് നമ്മളിൽ സ്പിരിച്വാലിറ്റി കൊണ്ടുവരുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ
പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ശരിക്കുള്ള പ്യൂരിറ്റിയിലുള്ള തലത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് മനസ്സുമായി ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഴത്തിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആഴത്തിലുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴാണ് ശരിക്കുള്ള ദർശനം ഉണ്ടാകുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. കാരണം അഷ്ടാംഗ യോഗ പദ്ധതിയിലെ പ്രത്യാഹാരം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.